Hi friends, welcome to my channel Clock Speed. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഡെല്ലിൻ്റെ 5406 എന്ന ലാപ്ടോപ്പാണ്. ഇതൊരു ഇൻസ്പിറോൺ കാറ്റഗറിയിൽ വരുന്ന ലാപ്ടോപ്പാണ്. കൂടാതെ 11th ജനറേഷൻ ലാപ്ടോപ്പ് കൂടിയാണ്. ഇത് i3, i5, i7 വേരിയൻറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ലഭിച്ചിരിക്കുന്നത് i3 ആണ്. i3ൽ വരുന്നത് 4GB റാമും 512GB SSDയും 14-inch ടച്ച് 360 ഡിസ്പ്ലേ ആണ് വരുന്നത്. നമുക്കിത് ടച്ച് ചെയ്യാൻ സാധിക്കും, സ്റ്റൈലസ് യൂസ് ചെയ്യാൻ സാധിക്കും, അതുപോലെ 360 കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. നല്ലൊരു ലാപ്ടോപ്പാണ്, ഫുൾ മെറ്റൽ വരുന്ന ഒരു ലാപ്ടോപ്പാണ്. അപ്പോൾ നമുക്ക് റിവ്യൂലോട്ട് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ റിവ്യൂലോട്ട് കിടക്കാം. ഏകദേശം 62,000 ആണ് ഈ ലാപ്ടോപ്പിൻ്റെ പ്രൈസ് വരുന്നത്. ഇന്റൽ കോർ i3 11th ജെൻ ആണ് ഈ ലാപ്ടോപ്പ്. മെറ്റാലിക് ബോഡിയാണ് ഈ ലാപ്ടോപ്പിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 360 കൺവെർട്ടബിൾ ആണ്. നമുക്ക് അതുകൊണ്ട് പല ആംഗിളിലും ഈ ലാപ്ടോപ്പ് മടക്കി വെച്ച് യൂസ് ചെയ്യാം. 45 വാട്ട്സിൻ്റെ പവർ അഡാപ്റ്ററാണ് ഈ ലാപ്ടോപ്പിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 3-pin ടൈപ്പാണ് അത്. മൾട്ടി ഗസ്റ്റർ ടച്ച് പാഡാണ് ഈ ലാപ്ടോപ്പിൽ യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ കുറേ കണക്ടിവിറ്റീസ് ഈ ലാപ്ടോപ്പിൽ വരുന്നുണ്ട്. ഫിംഗർ പ്രിൻറ്റ് പവർ ബട്ടണിൽ തന്നെയാണ് വരുന്നത്. വിത്തൗട്ട് ന്യൂമറിക് ബാക്ക്ലിറ്റ് കീബോർഡാണ് ഈ ലാപ്ടോപ്പിൽ വരുന്നത്. ഷട്ടറോട് കൂടിയുള്ള HD വെബ് ക്യാമും ഈ ലാപ്ടോപ്പിൽ അവൈലബിൾ ആണ്. എക്സോസ്റ്റ് വരുന്നത് ലാപ്ടോപ്പിൻ്റെ പുറകിലാണ്. കൂടാതെ എയർഗോ ലിഫ്റ്റ് ഹിഞ്ച് ആയതിനാൽ ലാപ്ടോപ്പ് പൊങ്ങി നിൽക്കുന്നത് കൊണ്ട് നല്ലൊരു കൂളിംഗ് ലഭിക്കുന്നു. നല്ലൊരു പെർഫോമൻസ് തരുന്ന ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ തന്നെ ഈ ലാപ്ടോപ്പിൽ വരുന്നുണ്ട്. നമുക്ക് മൊബൈൽ ടൈപ്പാണ്, നല്ലപോലെ നമുക്ക് ടച്ച് പെർഫോമൻസ് ലഭിക്കുന്നുണ്ട് ഈ ലാപ്ടോപ്പിൽ. അതുപോലെ വീഡിയോ ക്വാളിറ്റി എടുത്ത് പറയേണ്ടതാണ്. അതുപോലെ സൗണ്ട് ക്വാളിറ്റിയും HD IPSൻ്റെ നല്ലൊരു വീഡിയോ ക്വാളിറ്റി നമുക്ക് ഈ ലാപ്ടോപ്പിൽ നിന്ന് ലഭിക്കുന്നു. സൗണ്ട് ക്വാളിറ്റി എടുത്തു പറയേണ്ട വേറൊരു കാര്യം തന്നെയാണ്. നല്ല ഹൈ ക്വാളിറ്റി സൗണ്ടാണ് നമുക്ക് ഈ ലാപ്ടോപ്പിൽ ലഭിക്കുന്നത്. സ്പീക്കർ വരുന്നത് ലാപ്ടോപ്പിന് താഴെ ആയതിനാൽ വെച്ച് യൂസ് ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള സൗണ്ട് നമുക്ക് ലഭിക്കുന്നു. സ്പീക്കറിന് നമുക്ക് സപ്പോർട്ട് കൊടുക്കുന്നത് വേവ്മാക്സ് ഓഡിയോ പ്രോ എന്ന സോഫ്റ്റ്വെയർ ആണ്. ലാപ്ടോപ്പിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് Type-C, USB 3.0, HDMI, പിന്നെ പവർ അഡാപ്റ്ററാണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു SD കാർഡ് സ്ലോട്ടും ഒരു USB 3.0യും ഹെഡ്ഫോൺ ജാക്കും ആണ് വരുന്നത്. പിന്നെ വിൻഡോസ് 10 ഒറിജിനലും കൂടാതെ MS ഓഫീസ് ഒറിജിനലും ഈ ലാപ്ടോപ്പിൽ അവൈലബിൾ ആണ്. ഈ ലാപ്ടോപ്പിൻ്റെ പെർഫോമൻസും മറ്റു കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഈ ലാപ്ടോപ്പിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഇന്റൽ കോർ i3 11th ജെൻ ആണ്. ഇതിൻ്റെ പ്രൊസസ്സർ നമ്പർ വരുന്നത് 11115G4 എന്ന പ്രൊസസ്സറാണ്. 3 GHz ആണ് ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് വരുന്നത്. ഡ്യുവൽ കോറാണ് ലാപ്ടോപ്പ് വരുന്നത്. പിന്നെ മെമ്മറി നോക്കുകയാണെങ്കിൽ നമുക്ക് 4GB വരുന്നത്. നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാനുള്ള സ്ലോട്ട് അവൈലബിൾ ആണ്. റാം സ്പീഡ് 3200 MHz ആണ് വരുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻറ്റേർണൽ മെമ്മറി നോക്കുകയാണെങ്കിൽ അത് 512GB SSD വരുന്നത്. നമുക്ക് 477 യൂസബിൾ ആണ് ഇതിനകത്ത്. പിന്നെ ഇൻ്റലിൻ്റെ UHD ഗ്രാഫിക്സ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഗ്രാഫിക്സ് സപ്പോർട്ടും ലഭിക്കുന്നു. പിന്നെ ഡെല്ലിൻ്റേതായി വരുന്ന ഡെൽ മൊബൈൽ കണക്ടിവിറ്റി എന്ന സോഫ്റ്റ്വെയറും വരുന്നുണ്ട്. അതിലൂടെ നമുക്ക് മൊബൈൽ ഫയൽസ് ഷെയർ ചെയ്യാനും കോൾ ചെയ്യാനും മെസ്സേജ് വാട്സപ്പ് ഇൻഡിക്കേഷൻ ലഭിക്കുന്നതിനൊക്കെ ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാം. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി തീർന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.